പ്രിയയേ നിൻമൊഴികളിൽ കേട്ടു ഞാൻ കവിതകൾ. നീയേ എൻ ശ്വാസമായി എന്നിൽ, നീ മാത്രമായി മഴവിൽ പോലെ എൻ മുന്നിൽ തെളിഞ്ഞു നീ. പതിയെ നീ അരികിൽ വരുമ്പോൾ ശ്രുതിയായി. നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കേട്ടതുപോലെ തന്നെ നിങ്ങൾക്കും സ്വന്തമായിട്ട് ഇതുപോലെ പാട്ടുകൾ നിർമ്മിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പാട്ട് എഴുതാനോ അല്ലെങ്കിൽ പാടാനോ കഴിവൊന്നും വേണ്ട. അല്ലാതെ തന്നെ നമുക്ക് പൂർണ്ണമായും AI ഉപയോഗിച്ച് ഫ്രീ ആയിട്ട് തന്നെ പല രീതിയിലുള്ള പാട്ടുകൾ നിർമ്മിക്കാൻ സാധിക്കും. ഒരു പൂർണ്ണമായ പാട്ട് തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാം. അതായത് 4-5 മിനിറ്റൊക്കെ വരുന്ന പാട്ടുകൾ തന്നെ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. നമുക്ക് ഈ പാട്ടൊക്കെ ജനറേറ്റ് ചെയ്തിട്ട് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യാനും അതുവഴി ഏണിങ്സ് ഉണ്ടാക്കാനും ഒക്കെ സാധിക്കും. അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ അതൊക്കെ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് 2 AI ടൂളുകളാണ്. ഒന്ന് ജെമിനിയാണ്, മറ്റൊന്ന് സുനോ AI എന്ന മ്യൂസിക് ജനറേറ്റിംഗ് ആപ്പാണ്. അപ്പോൾ ഈ 2 AI ടൂളുകൾ ഉപയോഗിച്ചിട്ടാണ് പുതിയ പാട്ടുകൾ നിർമ്മിക്കാൻ പോകുന്നത്. ഇത് വലിയ പാടുള്ള കാര്യമൊന്നുമല്ല, വളരെ എളുപ്പമാണ്, ഫാസ്റ്റായിട്ട് ജനറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മളൊരു പാട്ടിൻ്റെ ലിറിക്സ് ആണ് നിർമ്മിക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ജെമിനിയാണ്. ജെമിനിയിലാണ് ഞാൻ പാട്ടിൻ്റെ ലിറിക്സ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജെമിനി ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ ജെമിനി ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളൊരു പ്രോംപ്റ്റ് എഴുതി കൊടുക്കുക. അപ്പോൾ ആ പ്രോംപ്റ്റ് ഞാനിവിടെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ എഴുതി കൊടുക്കാം. ആക്ട് ആസ് എ പ്രൊഫഷണൽ മലയാളം മെലഡി സോങ് ലിറിക്സ് റൈറ്റർ ആൻഡ് സിംഗർ. ഇത് നിങ്ങൾ ആദ്യം നിർബന്ധമായിട്ടും കൊടുക്കുക. കാരണം നമുക്കിത് കൊടുത്താൽ കിട്ടുന്ന ഔട്ട്പുട്ട് കുറച്ച് പ്രൊഫഷണലായ രീതിയിലായിരിക്കും കിട്ടുന്നത്. സാധാരണ കൊടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി പ്രൊഫഷണൽ രീതിയിൽ നമുക്ക് ഇതിലൂടെ ഔട്ട്പുട്ട് ലഭിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഇംഗ്ലീഷിലുള്ള ആ ഒരു ടെക്സ്റ്റുകൾ കൊടുക്കാൻ മറക്കരുത്. എന്നിട്ട് താഴെ നിങ്ങൾ മലയാളത്തിൽ കൊടുക്കാം. ഞാനിവിടെ എഴുതി കൊടുത്തിട്ടുള്ളത് എനിക്ക് നല്ലൊരു മലയാളം മെലഡി പാട്ടിൻ്റെ വരികൾ വേണം, ലിറിക്സ് മാത്രം മതി, ഓഡിയോ വേണ്ട. വരികൾ വളരെ എളുപ്പത്തിൽ, ലിറിക്സ് മാത്രം മതി എന്ന് പറഞ്ഞാൽ ഇവിടെ ജെമിനി ചില സമയത്ത് നമ്മൾ അത് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ 30 സെക്കൻഡുള്ള ഓഡിയോ ട്രാക്ക് നൽകും. അതുകൊണ്ടാണ് അവിടെ പ്രത്യേകം അങ്ങനെ എഴുതി കൊടുത്തത്. വരികൾ വളരെ എളുപ്പത്തിൽ പാടാൻ പറ്റുന്ന ഷോർട്ട് വരികളായിരിക്കണം. കുറച്ചൊക്കെ സാഹിത്യമുള്ള വരികൾ വേണം, എന്നാൽ പാടുമ്പോൾ പ്രയാസമില്ലാത്ത വാക്കുകളായിരിക്കണം. ഓരോ വരികളും കൃത്യമായ ഒരേ ടോണിലും ഋതത്തിലും ഈണത്തിലും വരുന്ന രീതിയിൽ വേണം. 4 മിനിറ്റെങ്കിലും പാടാനുള്ള വരികളാവണം. സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ പൂർണ്ണമായും ഒഴിവാക്കുക. പകരം സാധാരണ മെലഡി റൊമാൻറ്റിക് പാട്ടുകളിൽ ഉപയോഗിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ മാത്രം ചേർക്കുക. അക്ഷരങ്ങളും വാക്കുകളും കൃത്യമായി നൽകുക, തെറ്റുകൾ വരാതെ ശ്രദ്ധിക്കുക. ഇത്രയാണ് ഞാനിവിടെ പ്രോംപ്റ്റായിട്ട് എഴുതി കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ മലയാളത്തിലുള്ളത് നിങ്ങളുടെ രീതിയിൽ എഴുതി കൊടുക്കാം. എന്നാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ചില മിസ്റ്റേക്കുകളൊക്കെ വരാൻ പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ പൂർണ്ണമായിട്ടും കൊടുക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കൊടുത്തിട്ട് ഞാൻ ഒന്ന് ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു പാട്ടിൻ്റെ ലിറിക്സ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ പല്ലവിയും അനുപല്ലവിയും ചരണമൊക്കെ ഇവിടെ പ്രത്യേകമായിട്ട് തന്നെ വേർതിരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കൊടുത്ത പോലെ ഒരു ഷോർട്ട് വരികളൊക്കെ തന്നെയാണ്, ഓവറായിട്ട് നീളമുള്ള വരിയൊന്നുമല്ല. ലിറിക്സ് കിട്ടുമ്പോൾ നമ്മളെല്ലാം ഒന്ന് വായിച്ചു നോക്കണം. അക്ഷരത്തെറ്റുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നോക്കണം. നിങ്ങൾക്ക് ഇനി ആദ്യം തരുന്ന ലിറിക്സ് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പ്രോംപ്റ്റ് കൊടുത്തിട്ട് വേറെ ലിറിക്സ് നൽകാൻ പറയാം. ഞാനിവിടെ വേറൊരു പാട്ടിൻ്റെ ലിറിക്സ് ചോദിക്കുകയാണ്. വേറൊരു ഷോർട്ടായ വരികളുള്ള പാട്ടിൻ്റെ ലിറിക്സ് ആണെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ട് ഞാൻ ഒന്നുകൂടി അത് ജനറേറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് വളരെ ഷോർട്ടായിട്ടുള്ള ഒരു വരിയാണ് കിട്ടിയത്. ഞാനിവിടെ ജസ്റ്റ് നിങ്ങൾ കാണിച്ചിരുന്നത് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ രീതിയിൽ ഇഷ്ടപ്പെട്ട വരികൾ മാത്രം സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങളിത് സുനോ AI കൊടുക്കുന്ന രീതിയിൽ, അതിന് മനസ്സിലാവുന്ന രീതിയിൽ എഴുതണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒന്നുകൂടി ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക്
ആ ഒരു ലിറിക്സ് കൃത്യമായി നൽകിയിട്ടുണ്ട്, നമുക്കിവിടെ കാണാം. ഇത് ഇതേപോലെ തന്നെ നിങ്ങൾ കോപ്പി ചെയ്തിട്ട് സുനോ എയിൽ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് ആദ്യം നിങ്ങൾ സുനോ എന്നുള്ള ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ഡയറക്റ്റ് പോയിട്ട് അവിടെ സെർച്ച് ബാറിൽ സുനോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കാണും. ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഓപ്പൺ എന്ന് കാണിക്കുന്നത്. ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനൊക്കെ ചോദിക്കും. ഗൂഗിൾ വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വെച്ചിട്ട് ലോഗിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലോഗിൻ ചെയ്തതിനു ശേഷം അതിങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് താഴെ കുറച്ച് ഓപ്ഷനുകൾ കാണാം. ഇതിൽ ഏറ്റവും നടുക്ക് കാണുന്നതാണ് ജനറേറ്റ് ബട്ടൺ. അപ്പോൾ ഈ ജനറേറ്റ് ബട്ടൺ എന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു പേജ് വരും. അപ്പോൾ ഇതിൽ ലിറിക്സ് എന്നുള്ള താഴെ കാണുന്ന പ്ലസ് ചിഹ്നത്തിൽ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ലിറിക്സ് കൊടുക്കാനുള്ള ഭാഗം വരും. അപ്പോൾ ഞാനിവിടെ നേരത്തെ ഒരു പാട്ടിൻ്റെ ലിറിക്സ് കൊടുത്തു വെച്ചുകൊണ്ടാണ് അതിനവിടെ ഡിലീറ്റ് ചെയ്യണം. അപ്പം ആദ്യത്തെ കോളത്തിൽ ലിറിക്സിൻ്റെ കോളത്തിൽ നിങ്ങൾ ആ കോപ്പി ചെയ്ത ലിറിക്സ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. മുഴുവനായിട്ടും തന്നെ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് താഴെ സ്റ്റൈൽ എന്നുള്ളൊരു കോളം കാണും. അപ്പോൾ നമുക്ക് സ്റ്റൈൽ കൊടുക്കണം. അതായത് ഇതിൻ്റെ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ഏത് രീതിയിൽ ഉപയോഗിക്കണം, ഏത് രീതിയിലായിരിക്കണം എന്നൊക്കെ നമുക്ക് ഈ കൊടുക്കുന്ന നിർദ്ദേശമാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നതാണ്. നിങ്ങൾക്കത് ആവശ്യമുള്ളതൊക്കെ ജെമിനിയുടെ അടുത്ത് തന്നെ ചോദിച്ചാൽ ജെമിനി ആ പാട്ടിനനുസരിച്ച് ഒരു സ്റ്റൈല് നൽകുന്നതാണ്. അതിന് മ്യൂസിക് പ്രൊഡക്ഷനൊക്കെ പറ്റി അറിയുന്നവരാണെങ്കിൽ കുറേ കൂടി എളുപ്പമാവും, അതിൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ പാട്ടിൻ്റെ സ്റ്റൈല് നമ്മൾ ജെമിനിയോട് ചോദിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ജെമിനിയിലേക്ക് തന്നെ പോവാണ്. പിന്നെ ഞാൻ ആ ഒരു പാട്ട് ഇവിടെ കോപ്പി ചെയ്യാണ്. കോപ്പി ചെയ്തിട്ട് ഞാനിവിടെ താഴെ എഴുതി കൊടുക്കുകയാണ്, ഈ പാട്ട് ഏറ്റവും പുതിയ രീതിയിൽ നോർമൽ സ്പീഡിൽ ഇൻസ്ട്രുമെൻറ്റുകൾ ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യാൻ സുനോ എക്ക് നൽകേണ്ട സ്റ്റൈൽ ഒന്ന് നൽകുമെന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കൊടുത്തു നോക്കാം നമുക്ക് എങ്ങനെ വരുമെന്ന്. അപ്പോൾ എനിക്കിവിടെ 2 ഓപ്ഷനാണ് ജെമിനി നൽകിയിട്ടുള്ളത്. ഒന്നാമത്തെ ഓപ്ഷനിൽ മോഡേൺ സിനിമാറ്റിക് റൊമാൻറ്റിക് മെലഡി, ഏറ്റവും പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞാണ് തന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ സോഫ്റ്റ് അക്കോസ്റ്റിക് ഇന്ത്യ മെലഡി എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്ട്രുമെൻറ്റ്. നിങ്ങൾക്ക് എത്ര സ്റ്റൈലാണ് നൽകുന്നത് അതൊക്കെ നിങ്ങൾക്ക് മാറി മാറി പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഞാനിവിടെ ഏതായാലും ഈ ഒരു സ്റ്റൈലല്ല ഉപയോഗിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തന്നെന്നുള്ളൂ. ഞാൻ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റൈലുണ്ട്, ഞാൻ ആ ഒരു സ്റ്റൈലാണ് സുനോ എക്ക് നൽകുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് എടുക്കുന്നത് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് കാണിച്ചു തന്നത്. ഓക്കെ, ഞാൻ ആ ഒരു സ്റ്റൈലാണ് സുനോയ്ക്ക് അവിടെ കൊടുക്കുന്നത്. അതും എനിക്ക് ജെമിനി നൽകി തന്നെയാണ്, ഞാൻ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് മാത്രം. ഓക്കെ, പിന്നെ ഞാൻ ഇത് തൽക്കാലം കൊടുക്കുന്നില്ല, കാരണം എനിക്ക് ആ ഒരു പ്രോംപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് നല്ല രീതിയിലാണ് പാട്ട് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏതായാലും ജെമിനി എനിക്ക് നൽകിയ സ്റ്റൈൽ ഞാനിവിടെ കൊടുക്കുകയാണ്. മെലഡിക് മലയാളം, റൊമാൻറ്റിക് പോപ്പ്, അക്കോസ്റ്റിക് ഗിറ്റാർ, സോഫ്റ്റ് വയലിൻ, ജെൻറ്റിൽ ഫ്ലൂട്ട്, വാം ആംബിയൻ പാർട്സ്, ഇതൊക്കെ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെതാണ്. അത് എനിക്ക് കൂടുതലൊന്നും അതിനെപ്പറ്റിയൊന്നും അറിയില്ല. അപ്പോൾ ഏതായാലും ജെമിനി തന്നതാണ്, ഞാൻ അതേപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ ആ പാട്ടിൻ്റെ ടൈറ്റിൽ ഒന്ന് കൊടുക്കാം, എന്തെങ്കിലും ഒരു ടൈറ്റിൽ, ആ പാട്ടിൻ്റെ തുടക്കം എന്തെങ്കിലും കൊടുക്കാം. ഞാനിവിടെ വെറുതെ എന്തെങ്കിലും കൊടുക്കുകയാണ്. ഇത്രയും കൊടുത്തിട്ട് ഇവിടെ ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്രയും മാത്രം കൊടുത്താൽ മതി. എന്നിട്ട് ക്രിയേറ്റ് ബട്ടൺ കൊടുക്കുക. നിങ്ങൾ 50 ക്രെഡിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഈ 50 ക്രെഡിറ്റ് എന്നുള്ളത് 5 പാട്ട് നിർമ്മിക്കാനുണ്ടാവും. ഒരു പാട്ട് നിർമ്മിക്കുമ്പോൾ നമുക്ക് 2 പാട്ടാണ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആയി കിട്ടുന്നത്. അപ്പോൾ 2 പാട്ടിനും കൂടി ചേർന്നിട്ട് 10 ക്രെഡിറ്റ് അതിൽ നിന്ന് കുറഞ്ഞു പോകും. പിന്നെ ബാക്കിയുള്ളത് 4 പാട്ട് നിർമ്മിക്കാനാണ്. അങ്ങനെ നിങ്ങൾക്ക് 5 പാട്ട് നിർമ്മിക്കാം. ഇപ്പോൾ ഈ ഒരു പാട്ട് ഇവിടെ ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 2 പാട്ടായിരിക്കും എനിക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടുന്നത്, 2 വ്യത്യസ്ത ടൂണുകളിൽ. അപ്പോൾ ഏതായാലും ഞാൻ ക്രിയേറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പം തന്നെ നമുക്ക് ജനറേറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. പാട്ടിന്റെ തുടക്കത്തിലൊക്കെ പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ എഴുതി കൊടുക്കുക. അപ്പോൾ ജെമിനി തന്ന അതേപോലെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ തന്നെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടിയത്.
നിലവിലായി നീയേ അരികിലായി വാ. ഓക്കെ, പിന്നെ മലയാളം ആയതുകൊണ്ട് ഈ ഒരു ഫ്രീ വേർഷനിൽ അത്ര പെർഫെക്റ്റ് അല്ല, എന്നാലും 95% പെർഫെക്റ്റ് ആണ്. ചില വാക്കുകൾ പറയുമ്പോൾ കുറച്ച് ചെറിയ മിസ്റ്റേക്ക് വരാറുണ്ട്. അപ്പം അത് പെയ്ഡ് വേർഷനിലോട്ട് മാറുമ്പോൾ കുറെ കൂടിയൊക്കെ ബെറ്റർ ആയിട്ടുണ്ട് മലയാളമൊക്കെ. ഓക്കെ, ഇപ്പോൾ 2 പാട്ടാണ് കിട്ടിയിട്ടുള്ളത്. ആദ്യത്തെ മുകളിലൊരു പാട്ടാണ് ഞാൻ ഇപ്പോൾ പ്ലേ ചെയ്തത്. രണ്ടാമത്തെ ട്രാക്ക് കൂടി നമ്മൾ പ്ലേ ചെയ്തു. പെയ്യുമീ മഴയിൽ നനയുമീ രാവിൽ നിലവിലായി നീ അരികിലായി വാ. നെഞ്ചിടം നിറയെ നിൻമുഖം മാത്രം അറിയുന്നീ പ്രണയം നൽകിടാം ഞാൻ. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും വാക്കുകളൊക്കെ കുറച്ച് തിരുത്തി കൊടുത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ എന്തെങ്കിലും കുറച്ച് വാക്കുകളോടെ മാറ്റാനുണ്ട്. പാടുമ്പോൾ കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ വരുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ആ വാക്കിന് പകരം മറ്റൊരു വാക്ക് നിങ്ങളുടെ രീതിയിൽ കൊടുത്താൽ കുറെ കൂടെയൊക്കെ ബെറ്റർ ആവും. ഞാനങ്ങനെ ഒരുപാട് പരീക്ഷിച്ച് നോക്കിയാണ്. അപ്പം എനിക്ക് നല്ല രീതിയിൽ തന്നെ പല പാട്ടുകളും ഇതുപോലെ ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ദിവസവും ഇതുപോലെ 5 പാട്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഒരു ദിവസം പൂർണ്ണമായിട്ട് തീർന്നാൽ നിങ്ങൾ അടുത്ത ദിവസം ശ്രമിച്ചു നോക്കുക. അപ്പോൾ 2 പാട്ടും കുറച്ച് വ്യത്യാസമുണ്ട്. 2 പാട്ടാണ് നമുക്കിവിടെ ജനറേറ്റ് ആയിട്ടുള്ളത്. മുഴുവൻ കിട്ടിയിട്ടുണ്ട്. പാട്ടിന് നമ്മൾ കൊടുത്ത ലിറിക്സിനനുസരിച്ച് മുഴുവൻ ട്രാക്ക് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ പാട്ട് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ആണ്. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് ഡൗൺലോഡ് കാണാത്തത് ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നുകൂടി വന്നാൽ മതി. നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന പാട്ടുകളെല്ലാം ഇവിടെ ഈ ഒരു ക്രിയേറ്റ് ബട്ടന്റെ തൊട്ടിപ്പുറത്തുള്ള താഴോട്ട് 4 ലൈൻ കാണുന്ന ആ ഒരു ഭാഗത്ത്, അതാണ് നമ്മുടെ ലൈബ്രറി. അപ്പോൾ അവിടെ ആയിരിക്കും ഈ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന എല്ലാ പാട്ടുകളും കാണുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇതുവരെ ജനറേറ്റ് ചെയ്തിട്ടുള്ള പാട്ടെല്ലാം അവിടെ കാണും. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നും ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ നേരെയുള്ള 3 ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണും. നിങ്ങൾ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇവിടെ അപ്ഗ്രേഡ് ചെയ്യാൻ ചോദിക്കും. നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാതെ തന്നെ ഡൗൺലോഡ് ചെയ്യാം. തൊട്ട് താഴെയുള്ള ഡൗൺലോഡ് എനിവേ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ആ ഒരു പാട്ട് നമ്മുടെ ഫോണിലേക്ക് അപ്പം തന്നെ സേവ് ആവുന്നതാണ്. ഓക്കെ, അങ്ങനെ ഓരോ പാട്ടും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വന്തം ഓഡിയോ, അതായത് നിങ്ങൾ റെക്കോർഡ് ചെയ്ത പാട്ടിന്റെ ഓഡിയോ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റൈൽ നൽകി അതുപോലെ ലിറിക്സ് നൽകിയിട്ടും നിങ്ങൾക്ക് പാട്ടുകൾ ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റുഡിയോ ക്വാളിറ്റി തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് പാട്ട് പാടാൻ തീരെ അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ പാട്ടിന്റെ പിച്ച് അനുസരിച്ച് കുറച്ചൊക്കെ ഒന്ന് പാടി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് പാട്ട് ജനറേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് മുകളിൽ ഓഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ആ ഓഡിയോ എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ റെക്കോർഡ് ചെയ്ത ആ ഫയലൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്ലോഡ് ചെയ്തതിന് ശേഷം താഴെ ലിറിക്സ് എന്നുള്ള ഭാഗത്ത് ആ പാട്ടിന് ലിറിക്സ് നിങ്ങൾ എഴുതി കൊടുക്കുക. നേരത്തെ കൊടുത്ത ലിറിക്സിന്റെ രൂപത്തിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ആ പാട്ടിന്റെ ആ ലിറിക്സ് ഒന്ന് കോപ്പി ചെയ്തിട്ട് ജെമിനിയിൽ കൊടുത്തിട്ട് നമ്മൾ നേരത്തെ എഴുതി കൊടുത്ത പോലെ സുനോ എക്ക് നൽകുന്ന രൂപത്തിൽ, അത് മനസ്സിലാവുന്ന രൂപത്തിൽ ഈ പാട്ടൊരു ലിറിക്സ് നൽകുക എന്ന് പറഞ്ഞ് പ്രോംപ്റ്റ് കൊടുത്താൽ നേരത്തെ നമുക്ക് നൽകിയ ആ രീതിയിൽ തന്നെ കിട്ടുന്നതാണ്. എന്നിട്ട് ആ ഒരു ലിറിക്സ് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊടുക്കുക. നമ്മൾ നേരത്തെ കൊടുത്ത പോലെ കൊടുക്കുക. എന്നിട്ട് താഴെ സ്റ്റൈലും കൂടി കൊടുക്കുക. അത് നിങ്ങൾക്ക് ജെമിനിയുടെ അടുത്ത് തന്നെ ചോദിക്കാം. ആ സ്റ്റൈൽ തന്നെ കൊടുക്കുക. താഴെ ക്രിയേറ്റ് കൊടുത്താൽ നിങ്ങൾ റെക്കോർഡ് ചെയ്ത ഒരു ഓഡിയോയിലും ഇതേപോലെ നമുക്ക് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ നൽകി ആ ഒരു പാട്ട് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് സ്നോ എ ഉപയോഗിച്ച് അടിപൊളിയായിട്ട് നമുക്ക് പാട്ടുകൾ ജനറേറ്റ് ചെയ്തെടുക്കാം. ഇത് ആൽബം പാട്ട് മാത്രമല്ല, മറ്റു പല രീതിയിലുള്ള പാട്ടുകളും നമുക്ക് ഇതുപോലെ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഡിവോഷണൽ സോങ്സും അതുപോലെ തന്നെ ഹിന്ദി മറ്റു ഭാഷകളിലെ പാട്ടുകളൊക്കെ ഇതേപോലെ നമുക്ക് ജെമിനിയിൽ അതിന്റെ ലിറിക്സ് നിർമ്മിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ പാട്ട് ജനറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ ഈ ഫ്രീ വേർഷനിൽ നിർമ്മിച്ച പാട്ടുകളൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താലും നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല. കാരണം സുനോ എയുടെ പോളിസിക്ക് അത് എതിരാണ്. ഫ്രീ വേർഷനിൽ നിർമ്മിച്ച പാട്ടുകൾ വെച്ച് നമുക്ക് ഒരിക്കലും പണം സമ്പാദിക്കാൻ പറ്റില്ല. നമ്മുടെ സ്വന്തം ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ആക്കാത്ത രൂപത്തിൽ ഉള്ള യൂട്യൂബ് ചാനലൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാനും സാധിക്കും. പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പ്രോ പ്ലാനോ പ്രീമിയർ പ്ലാനോ ഒക്കെ എടുക്കുകയാണെങ്കിൽ, അതായത് ഒരു 1100 രൂപ പേയ്മെന്റ് ഒക്കെ ചെയ്താൽ ഒരു മാസം നിങ്ങൾക്ക് 500ഓളം പാട്ടുകൾ നിർമ്മിക്കുന്ന രൂപത്തിൽ
2500 ക്രെഡിറ്റുകളോളം മാസം ലഭിക്കും. പെയ്ഡ് പ്ലാൻ എടുത്ത് നിങ്ങൾ നിർമ്മിക്കുന്ന പാട്ടുകൾ ഏത് പാട്ടും നിങ്ങളുടെ അവകാശത്തിൽ തന്നെയാണ്. അപ്പോൾ ആ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിലും അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏണിങ്സ് സമ്പാദിക്കാൻ പറ്റുന്നതാണ്. ഒരു കോപ്പിറൈറ്റും ഒരു പ്രശ്നവും പിന്നീട് ഉണ്ടാവുന്നതല്ല. അത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ അവകാശത്തിൽ മാത്രമാണ്. ഇതിനൊരു പ്രൊമോഷൻ ചെയ്യുന്നതല്ല, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം മതി. കാരണം നമ്മളൊരു 1100 മുടക്കിയാലും നല്ല രീതിയിൽ റീച്ചായി കിട്ടിയാൽ വലിയൊരു ബെനിഫിറ്റ് തന്നെയാണത്. കാരണം പുതിയതായിട്ടുള്ള നല്ല നല്ല പാട്ടുകളൊക്കെ എല്ലാവരും കേൾക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഈ ആൽബം പാട്ടുകൾക്കൊക്കെ വളരെ ഡിമാൻഡാണ്. മാത്രമല്ല ഇങ്ങനെ പലരും സുനോ AI പാട്ടുകളൊക്കെ ജനറേറ്റ് ചെയ്തിട്ട് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇനി പെയ്ഡ് പ്ലാനിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന സോങ് നമുക്ക് ഏതൊക്കെ രീതിയിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താലാണ് മോണിറ്റൈസേഷൻ ലഭിക്കുക എന്നുള്ള കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഈ ഒരു ഓഡിയോ അതേപോലെ തന്നെ ഒരു ഫോട്ടോ കൊടുത്ത് അപ്ലോഡൊക്കെ ചെയ്താൽ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടണമെന്നില്ല. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് മോണിറ്റൈസേഷൻ കിട്ടുന്ന രൂപത്തിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നത്? അപ്പോൾ ഒന്നാമത്തെ ഒരു വഴി, നിങ്ങൾ പാട്ടിൻ്റെ ലിറിക്സ് നല്ല രീതിയിൽ നല്ല ടെക്സ്റ്റോട് കൂടിയിട്ട് ഓരോ ഭാഗത്തും എഴുതി കൊടുക്കുക. അതായത് ലിറിക്സിൻ്റെ ഭാഗങ്ങൾ, അത് ഓരോ ഭാഗം വരുമ്പോൾ ഓരോ ഇമേജ് കൊടുത്താൽ കുറച്ചുകൂടി നന്നായിരിക്കും. അങ്ങനെ ലിറിക്സ് കൊടുത്തിട്ട് നിങ്ങൾക്കിത് മോണിറ്റൈസേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റൊരു മാർഗം, ഫ്രീ ആയിട്ടുള്ള കോപ്പിറൈറ്റ് ഇല്ലാത്ത വീഡിയോ ഫുട്ടേജുകളൊക്കെ കിട്ടും. അത് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ മറ്റൊരു മാർഗം, AI വഴി വിഷ്വലുകളൊക്കെ ഉണ്ടാക്കി അതും ഈ ഓഡിയോയുടെ കൂടെ ആഡ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഒരു എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അതും മോണിറ്റൈസേഷൻ കിട്ടുന്നതാണ്. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് റിയൽ ആയിട്ട് തന്നെ അഭിനയിച്ചുകൊണ്ടുള്ള വീഡിയോകൾ ആഡ് ചെയ്തും അപ്ലോഡ് ചെയ്താൽ മോണിറ്റൈസേഷൻ ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് പെയ്ഡ് പ്ലാൻ ഉപയോഗിച്ച് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന പാട്ടുകളൊക്കെ അപ്ലോഡ് ചെയ്ത് ഏണിങ്സ് കിട്ടുന്ന രീതികൾ.